തൊഴിൽ വെച്ച് നടത്താൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി. ഈ കരയിൽ ഓടി നടക്കുന്ന ആയിരക്കണക്കിന് പിള്ളേര് എന്റെ മക്കളാ. നിങ്ങൾ ആരാ? എന്തുകൊണ്ടാ പറയുന്നത്? ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വേദന അറിയാതെ പ്രസവിക്കണം. ബോധം കെടുത്തി കത്തിയും കത്രിയും കൊണ്ട് വയറ് കീറി മുക്കാതെ പറയണം. ഈ കരയിൽ ഒരു ആശുപത്രിയും ഡോക്ടർമാരും ഒന്നും ഇല്ലാതായി ഇത്രയും കാലം ഇവിടെ ഉള്ള പെമ്പിള്ളേരൊക്കെ പ്രസവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു ആശുപത്രി, പ്രസവം എടുക്കാൻ ഒരു ഡോക്ടറും. ഏലിയമ്മ സമ്മതിക്കത്തില്ല. ഓ, വയറ്റാട്ടിയാണല്ലേ? ഞാൻ വരുന്ന വഴി ബോട്ടി വെച്ച് തന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ കേട്ടു. ചുമ്മാ ഇടന്ന് ചെലക്കാതല്ലേ. ഞാൻ ഈ MBBS ഒക്കെ പാസ്സായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ ഒന്ന് വരട്ടുമ്പോ പേടിച്ചോടിപ്പോവാൻ വേണ്ടിയല്ല. തള്ള പോയാട്ടെ. ആഹാ, അപ്പൊ പൊറുക്കാൻ തന്നെ വന്നതാണോ? എന്നാ ഞാൻ കാണിച്ചു തരാം. ചോദിക്കാനും പറയാനും ഇവിടെ ആളുകളുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചക്കച്ചുള പോലെ ജോർജ് കുട്ടി എണ്ണിക്കൊടുത്തിട്ടാ, വെറുതെ ഒന്നും അല്ല. അല്ലെങ്കിൽ തന്നെ പട്ടിയുടെ വാലേ വരെ ഇവിടെ MBBS ആ. പോകാൻ പറ മുതലാളി. ഇവിടെ കാശ് കൊടുത്ത ഡോക്ടർമാരെ കിട്ടാത്ത പോലെ നമുക്ക് കളത്തിപ്പറമ്പിലെ കുര്യാച്ചന്റെ മോൻ ജോസഫ് ഡോക്ടർ വിളിച്ചാലോ? അങ്ങേര് പിള്ളേര് ചികിത്സക്കാരനാ. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. എന്തോ അവനെ ഒരു വ്യാജ ഡോക്ടറാണ്. മാർക്ക് ലിസ്റ്റ് തിരുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് ഞാനാ പോയി ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വന്നത്. അറസ്റ്റ് ചെയ്തെന്ന് വെച്ച് ഡോക്ടർ അല്ലാതാവോ? ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്യില്ലേ? നെഹ്റുവിന് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യില്ലേ? എന്തിന് മുതലാളിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യില്ലേ? മറ്റേ കേസില് വലിയ വലിയ ആളുകളെ അറസ്റ്റ് ചെയ്യും, ജയിലിൽ കൊണ്ടുപോയി കടത്തു. അല്ലെങ്കിൽ എന്താ വേല? മതി, അധികം വിളമ്പണ്ട. താൻ ചെന്ന് വറിയിച്ചം കൊണ്ടുവന്ന കൊപ്രായുടെ കണക്ക് കൊണ്ടുവാ. അപ്പൊ തേങ്ങയുടെയോ? അല്ല, ചക്കയുടെ. കുര്യാപ്പള്ളി, എന്തോ? തനിക്കെന്നെ ശരിക്കറിയാലോ? അല്ല ചോദ്യം. എനിക്ക് അറിയാവുന്നതുപോലെ മുതലാളി ഈ കരയിൽ പിന്നെ ആർക്കാ അറിയാ? അതുകൊണ്ടാടാ കൊശവ ഞാൻ പറഞ്ഞത്. എന്റെ കുടുംബം കുളം തോണ്ടിയാലും ശരി, ബണ്ട് പൊട്ടിച്ച് ഇതിനകത്ത് ഞാൻ വെള്ളം കയറ്റും. ഒരുത്തനെ കൊണ്ട് വിതപ്പിക്കേയില്ല, കൊയ്യിക്കേമില്ല. വേണ്ട, ഇനി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനി ഒന്നും നടക്കാതിരിക്കണ്ട. കുര്യാപ്പള്ളി, എന്തോ? മാഷേ, ഒന്ന് നിൽക്കാവോ? നിക്കത്തില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാനാ. എന്നാ അത് പറഞ്ഞ പോരെ? നടന്നു പോകുന്ന ഒരാളോട് ഒന്ന് നിക്കാമോ, ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാ ഞാൻ പോകേണ്ട സ്ഥലത്ത് താൻ പോവോ? അല്ല, സ്വാതന്ത്ര്യ സേനാനി നാരായണപിള്ള എവിടെ താമസിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഞങ്ങൾ പത്രക്കാരാ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനാ. നമ്മുടെ നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം? അതെ അതെ, പോലീസിന്റെ തല്ലും കൊണ്ട് കവളും കൂടി ഇരിക്കല്ലേ. ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തിൽ കൂടെയെങ്കിലും ഈ തലമുറ ഒന്ന് അറിയട്ടെ. വാ, വീട് കുര്യാപ്പള്ളി കാണിച്ചേരാ. വാ. പാപ്പു, 40 പഴമുള്ളൂ, 5 എണ്ണം കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറൂച്ചന്തേ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയാ. അവിടെ നിന്നാ മതി. ഇവിടെ 555 ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ, അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? 555 ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കും? അവന്റെ ഉമ്മാടെ ഒരു 555 ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ്. പാപ്പോ, കോഴിമുട്ട തീർന്നു പോയി പാപ്പ. മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലട നമുക്ക്. അനക്ക് തെക്ക് വടക്ക് തെണ്ടി നടക്കാനാ? പാപ്പോ, എന്തോ? എനിക്ക് വയറുവേദന എടുക്കണ വാപ്പ. ഹലാക്കേ, നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണ് വാപ്പ. വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല വാപ്പ.
വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പേണ് വാപ്പ. അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? നീ എന്റെ കൈ മേടിക്കരുത്. ഉമ്മാണ് സത്യം. ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ ഒക്കെ ബേജാറാക്കും. ആ പോയിരത്തി നീടാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും വാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോടാ ബലാലെ. വാപ്പേണ് വാപ്പ. നല്ല വാപ്പ. എടാ പണിക്കര മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പെണ്ണ് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ്. അവൾ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാ പിന്നെ അവൾക്ക് എന്നെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും നിൽക്കണ്ട. അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നു അച്ഛൻ അറിഞ്ഞാ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി. യാതൊരു വിവരവും ഇല്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. അതെല്ലാം കണ്ട് വാ. എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം. നീ വരുന്നു? വരുന്നോ? കായുണ്ടോ കയ്യിൽ? ഇനി ഇപ്പൊ കായ ഉണ്ടെങ്കിലും ഞാനില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ? സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റില്ലല്ലോ. എടാ ഹമുക്കേ, ആണുങ്ങൾ വഴിതെറ്റിയ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തറാവൂ. ആ കായിന് അരിപ്പം അങ്ങനെ വഴിയുണ്ടാക്കാം. അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ മറ്റേ കൊലം കേട്ടോ. വേണ്ട നീ താഴെ ഇറങ്ങി. അത് ഇളംകൊല. ഇതുകൊണ്ടെന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൈ കാശിലാന്ന് പറഞ്ഞു പൊളിച്ചു കൊടുക്കല്ലടാ. എടാ ഇറങ്ങി പോരെ. ഒന്ന് പിടിച്ചു. 1 2 ഒന്ന് നിർത്തറാവൂ നിന്റെ എണ്ണല്. ഇവിടെ വെള്ളം കുടിക്കാൻ കായില്ലായിരിക്കും. എനിക്ക് തിന്നാൻ കുറച്ച് ഞാഞ്ഞൂല് പോലത്തെ സാധനം. എന്താണ് അരി? അത് നൂഡിൽസ്. അഡിൽസ്. അത് തന്നെ. അത് കുറച്ച് മേടിച്ചു. വരുന്നില്ല? ഞാനില്ല. ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ. അന്ന് ബാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട്. പിന്നെ ഉമ്മാടേയും ബാപ്പാടേയും ഭീമാപ്പള്ളിയിലൊക്കെയുള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ? എന്തിനാ നീ പേടിക്കുന്നേ? ഞാനില്ല. നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം. ഓടാ വേണ്ട. ഇവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രാവസരല്ലേ? അതിന് പറവൂര് പോകുന്നതിനാ? നീ വാ. ഞാനില്ല. എന്തായാലും ഞാനില്ല. നിങ്ങൾ പോയിട്ട് വാ. ടാറ്റ. 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 ആ ടാറ്റ. 14 നില. പടച്ചോനെ, ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലുത് നമ്മുടെ പണിക്കര് മുതലാളുടെ ബംഗ്ലാവായിരിക്കും എന്നാണ്. ഇത് കണ്ട. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടില്ലേ എന്ത്? ഞാനും ബെന്നിയും കൂടെ ബാറിൽ കയറി വെള്ളം ഒഴിച്ച് വരും. ഏയ്, എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്ന് പറയുന്നത്. പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞെന്ന് പറയരുതെന്ന് എഴുതിയിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. നിർത്തറ. അവിടെ പത്രം ഓഫീസ് അടിക്കും. വേമ്പോ നടക്കട കഴുതൽ. അതോ വിടല, കൂട്ടം തെറ്റും. പട്ടണത്തിലെ നട റോട്ടിൽ നിന്ന് ഇട റോട്ടിലോട്ട് കയറിയപ്പോ ഒരു സർവത്ത് പിടിച്ച ആശ്വാസം. ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ച് ആവാനാവുന്നു. ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക്. ഇതല്ലേ പത്ര ഓഫീസ്? അല്ലോ എടാ, ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല. അവിടെ അവളുടെ വാപ്പേ ആങ്ങളമാരുണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും. എടാ കഴുതേ, ബാപ്പ പണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പോഴേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ചാണെന്നാ എങ്ങനെ ഇരിക്കും? അക്ഷരാഭ്യാസം വേണം. നീ പോടാ പേട്ടാസറാണി. എടാ കാമിനി എന്നുള്ള ഈ ഭാര്യയുടെ പേരാ. എന്ത് അൽഗുലത്തായാലും ശരി, ഈ പെണ്ണുങ്ങളുടെ കേസ് കെട്ടിട്ട് ഞാനില്ല. അടി കൊള്ളാനുള്ള ശേഷി എനിക്കില്ല. തന്നെയല്ല, ഞാൻ ഈയിടെയായിട്ട് ഒരു രസായനം കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി അതോ അന്വേഷിച്ചു. ഒറ്റക്കുന്ന കൂട്ടം തെറ്റും. ഒരു കാര്യം ചെയ്യാം. നീയും ബെന്നിയും കൂടെ ഇവിടെ നിൽക്കും. ഞങ്ങൾ പോയിട്ട് വരും.
ഉണ്ണിയുടെ ആത്മാവല്ലടേ കീറി കിടക്കുന്നത്, അതും ചവറ്റുകൊട്ടയില്. പച്ചപ്പാതിരാക്കി തേങ്ങയും മൂട്ടിച്ച് കായും മുടക്കി ജീവനും പണയം വെച്ച് ഇവിടെ വന്ന് ഈ നട്ടം തിരിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ആ എടാ, നിന്റെ കവിത ചവറ്റുകൊട്ടേന്ന് കിട്ടിയതാ. എന്നാലും എന്റെ മോനെ, നിന്റെ ഗതി ഇതായി പോയല്ലടാ. ഒന്ന് പോടാ. ഇത് കണ്ടോ, എന്റെ ആദ്യത്തെ കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു. അത് വല്ല ചങ്ങമ്പുഴന്റെ കവിത ആയിരിക്കും. അങ്ങേരുടെ കവിത എടുത്ത് പാരിക്കിട്ട് കീറാവല്ലോ. ചോദിക്കാനും പറയാനും അങ്ങേരില്ലല്ലോ, മയ്യത്തായി പോയില്ലേ. ആ ഇൻസ്പെക്ടറെ കണ്ടിട്ട് പേടിയാവണം. ഉരുട്ടോ വല്ലതും ചെയ്യോ അടച്ചോനെ? ഉരുട്ടാനാണെങ്കിൽ നേരത്തെ ഉരുട്ടേനെ. നീ ചുമ്മാ ഒരു തന്നെ നിപ്പ് കണ്ടില്ലേ? ഇവിടെ സ്ഥിരതാമസമാക്കിയാ കൊള്ളാന്നുള്ള മട്ട. കവിത അച്ചടിച്ചു വന്നപ്പ അവന്റെ വയറ് നിറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ടാന്ന്. ഇപ്പൊ അനുഭവിച്ചോ? പാപ്പാടെ മുഖത്തിന് എങ്ങനെ നോക്കും? നമ്മൾ എവിടെയായിരുന്നു ചോദിച്ചാൽ എന്തെന്ന് പറയും? വെളിക്കിരിക്കാൻ പോയതാണെന്ന് പറയണം. ഒരു രാത്രി മുഴുവനുമാ. ഒരു മരമണ്ടൻ. നാളെ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോട് എന്ത് പറയും? അമ്മ ആകെ വിഷമിക്കുന്നുണ്ടാവും. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നിങ്ങൾ മൂന്നാളും കൂടി ഇങ്ങനെ കുശൂചിക്കാണ്ട് എന്നോടും കൂടെ പറയാടാ. എവിടെയായിരുന്നു ഇതുവരെ? ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഉണ്ണിയുടെ കവിത പ്രസിദ്ധീകരിച്ചു. പത്രമാഫീസിൽ ചെന്നപ്പോ ഉണ്ണിക്ക് അവർ സ്വീകരണം കൊടുത്തു. അതാ ഇന്നലെ വരാൻ പറ്റാഞ്ഞത്. ആണോ മോനെ? അതെ പാപ്പ, എന്തൊരു സ്വീകരണമായിരുന്നു. പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയല്ലേ അവര് ഞങ്ങളെ സ്വീകരിച്ചത്. രാത്രിയിൽ നിങ്ങൾ എവിടെ കഴിഞ്ഞ്? രാത്രിയില് കമ്പി വഴിയുള്ള വലിയ തറവാട്ടിലാണ് ഞങ്ങളെ കിടത്തിയിരുന്നത്. കാവലിലൊക്കെ പോലീസുകാരായിരുന്നു പാപ്പ. പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര കൊതു. അല്ല ഹരി? അതെ അതെ, ഇവനിങ്ങനെ ഒരു അംഗീകാരം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. വീട്ടിലേക്ക് വാ, അപ്പൊ കാത്തിരിക്ക. കട്ടതെങ്ങനെ കണക്കറിയാനല്ലേ? വന്നാലും പോയാലും 100 തേങ്ങ. അതിന്റെ കാശ് ഞമ്മള് തന്നോളാം. താ പോടോ. എന്നാലും ഞമ്മടെ മോനിങ്ങനെ സ്വീകരണം കിട്ടിയല്ലോ. മോൻ വാ. വാപ്പേള് വാപ്പാ വാപ്പാ. നീ എവിടെ ഇരുന്നോ, ഞാനൊരു രസം ഒപ്പിക്കാം. പാടാ ഉണ്ണി. ചെല്ല്. എന്തിനാ? നീ അവിടെ തളർന്നു നിന്നോണം. വാ. ഡോക്ടറെ, ദൈവന് 2-3 ദിവസമായിട്ട് ഒരു തളർച്ചയും കൈകാല് കഴപ്പും. അല്ല, എനിക്കും ഇടക്കിടയ്ക്ക് അസുഖമുണ്ട്. എന്താ അസുഖം എന്ന് പറഞ്ഞത്? കൈകാൽ കഴപ്പും തളർച്ചയും അല്ലേ? ആ, വിശപ്പില്ലായ്മയുണ്ടോ? ആഹാരത്തിനോട് ഒരു അരുചി ഉണ്ടോടാ? ഉണ്ട്. ഉണ്ട്. ആ, അതിന് ന്യൂറോബയോൺ ഇഞ്ചക്ഷൻ എടുത്താൽ മതി, മാറിക്കോളും. നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ പ്രായത്തിൽ ഉണ്ടാകാറുള്ള ഒരു തരം രോഗമാണിത്. മലയാളത്തിൽ ഇതിന് ഞരമ്പ് രോഗം എന്ന് പറയും. എന്റെ വ്യാകുല മാതാവേ, എവന്റെയൊക്കെ അസുഖം ഇതായിരുന്നല്ലേ? എനിക്കത് പോയില്ല കുഞ്ഞെ. എടാ എടാ, അമ്മയുടെ മുലപ്പാലിന് ഉപ്പ് നോക്കാൻ നടക്കുന്നു അലവലാദികള്. പോയിട്ടാ അവിടുന്ന്. ആഹാ. എവിടെ പോയി കിടക്കുക? മോളിക്കുട്ടി, എടി മോളിക്കുട്ടി. എന്താ അമ്മേ നീ അവിടെ എന്നാണ് കടി? ഞാൻ കുളിക്കുക. ഒന്നിങ്ങോട്ട് വന്നേടി പെണ്ണേ. വരുന്നമ്മേ. പോട്ടെ. എടാ കരണ, നീ ഈ അന്തിച്ചത്ത് 5 മണിക്ക് എത്തിപ്പോയതല്ലേ? പിന്നെ ഈ 6 മണി നേരത്ത് വീണ്ടും എന്താ ഒരു ചെത്ത്? ഫസ്റ്റ് എത്തിന് കല്ലിങ്ങോട്ട് വരണ്ടേ?
എത്ര പ്രാവശ്യം മണ്ടയിലിട്ട് അടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുകയെന്നറിയാവോ? അതെ അതെ, നിനക്ക് തെങ്ങിന്റെ മുകളിൽ കയറുന്ന പരിസരത്തുള്ള പെമ്പിള്ളേര് ഒക്കെ കാണാനല്ലേ? പഴയ സ്റ്റൈലിലുള്ള ചെത്തുമായിട്ട് നടന്നാൽ സമയം എത്ര എടുക്കുന്നറിയാവോ? ചെത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ. എന്താ ആലോചനയാലും ശരി, തോന്നിയ ദിവസം കാട്ടിയാലുണ്ടല്ലോ കുരിയാപ്പിളുടെ കൈ നിന്റെ പുറത്തിരിക്കും. ഈ വിവരമില്ലാത്ത ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കമ്പു കമ്പു എന്തോ കുഴപ്പമുള്ള സംഗതിയാ. വേണ്ട, നമുക്ക് വേണ്ട. ആ സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു. എഴുന്നേക്കടോ. എന്താടാ സാറ് പറഞ്ഞു കേട്ടില്ലേ? നീ എന്താടാ കുർബാന കാണുക? അവനോടല്ല, തന്നോടാ. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. താനാരാ? ഹോം മിനിസ്റ്ററോ? അല്ല സാർ, ഞാൻ കുര്യാപ്പള്ളി കുര്യാക്കോസ്. സാറൊരു തമാശക്കാരനാണല്ലോ. കുരിയാപ്പള്ളി ആയാലും നായരമ്പലമായാലും ഇങ്ങനെ ബന്ധുവിട്ട് ചെല്ലുന്ന പോലെ ഓടിക്കേറി വന്നിരിക്കാൻ വേണ്ടിയല്ല ഈ കസേര ഇട്ടിരിക്കുന്നത്. കുട്ടപ്പ സാറുള്ളപ്പോ കുട്ടപ്പൻ സാറ് പോയ വിവരം അറിഞ്ഞില്ലല്ലേ? താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സാറിന് ബംഗ്ലാവിലേക്ക് മുതലാളി. ഏത് മുതലാളി? ഇവിടെ ഒറ്റ മുതലാളിയേ ഉള്ളൂ, പണിക്കര് മുതലാളി. ആ, എന്നെ കാണണമെന്ന് തന്റെ മുതലാളിക്ക് എത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു 5 മണിയിൽ ഇവിടെ തന്നെ കാണും. അയ്യോ സാറേ, ഇവിടുത്തെ കീഴ്വഴക്കം. പുതിയതായി വരുന്ന എസ് ഐമാർ മുതലാളിയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക, അല്ലേ? ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ എന്റെ കുര്യാപ്പള്ളി? അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണണമല്ലയോ? അങ്ങനെയാന്നേ പറഞ്ഞയച്ചത്. അവൻ പാലാക്കാരൻ നായരാണെങ്കിൽ ഞാൻ പണിക്കരാ. എന്താ കരുണ, എന്തിനാ നീ വന്നേ? ചേട്ടന്റെ കുളിപ്പരയുടെ അപ്പുറത്തുള്ള തെങ്ങ് ഞാനാ ചെത്തുന്നത്. ഇനിയിപ്പോ കിടപ്പുമുറിയുടെ അടുത്തുള്ള തെങ്ങും കൂടി ചോദിക്കാമെന്ന് കരുതി വന്നതാ. നീ തെങ്ങ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണോ? ഈ വീട്ടിൽ കയറി വന്ന് ഞാനിപ്പോ ഒരു തെങ്ങല്ല ചോദിക്കേണ്ടത്, പക്ഷേ ഞാനിപ്പോ ഒരു തെങ്ങേ ചോദിക്കുന്നുള്ളൂ. നിനക്ക് ഏതൊക്കെ തെങ്ങാ ചെത്താൻ വേണ്ടത്? ഇപ്പൊ ഈ തെങ്ങ്, പിന്നെ ആ തെങ്ങ്, പിന്നെ തെങ്ങ്. തെങ്ങല്ലേ? ഈ തെങ്ങും ആ തെങ്ങും ചെത്താൻ കൊടുക്കാനുള്ളതാ. പക്ഷെ ഈ തെങ്ങുണ്ടല്ലോ, ഇത് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കാ. എടാ മോനെ, ഇങ്ങോട്ട് നോക്കേ, കാര്യം പറടാ, കാര്യം പറ. ഞാൻ തുറന്നു പറയാം. ഞാൻ മോളിക്കുട്ടിയെ കെട്ടാൻ ആഗ്രഹിക്കുന്നു. കുര്യാപ്പള്ളി ചേട്ടന് അതിൽ താല്പര്യം കാണില്ലെന്നറിയാം. പക്ഷേ ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഞാനും മോളിക്കുട്ടിയും തമ്മിൽ കെട്ടും. അതുകൊണ്ടാണ് നേരായ വഴിയിൽ കൂടി ഞാൻ വന്നിരിക്കുന്നത്. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അയലത്തുകാർ കേൾക്കണ്ട. എപ്പോഴായാലും ഇത് അയലത്തരറിയും, അല്ലെങ്കിൽ ഇവൻ അറിയിപ്പിക്കും. ഇതാ കാരണ, എന്റെ മകളെ നിനക്ക് കെട്ടിച്ചു തരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നീ ഈ ചെത്ത് ഉപേക്ഷിച്ച് നല്ലൊരു ജോലി സമ്പാദിച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ മകളെ കെട്ടിച്ചു തരും. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. നീ ഞങ്ങളെ വീട്ടിനടുത്ത് തെങ്ങിയെത്താൻ വന്നപ്പോ എൻ്റെ മകളുമായി നീ പ്രേമത്തിലായി. ഇതുപോലെ നീ പലയിടത്തും ചെത്താൻ പോകുന്നല്ലേ, അവിടെയും പെൺകുട്ടികൾ കാണുമല്ലോ. നിന്റെ സ്വഭാവം അതല്ലേ. അപ്പോ എൻ്റെ മകളുടെ ഭാവി ഞാൻ നോക്കണ്ടേ? എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും, എന്തും. എന്റെ ഇന്നത്തെ അന്തിച്ചത്ത് എന്റെ സമാപന ചെത്തായിരിക്കും. എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചെത്ത്. എന്റെ ഒരു അമ്മാവന്റെ മകൻ മദ്രാസിലുണ്ട്. കുറെ നാളായി ഒരു ജോലി ശരിയാക്കി വെച്ചിട്ട് അവൻ എന്നെ വിളിക്കുന്നു. വാടാ കരുണ, വാടാന്ന്. ഞാൻ മദ്രാസിലേക്ക് പോവുകയാണ്.
എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഈ വീട്ടുമുറ്റത്ത് വെച്ച് ഞാൻ എന്റെ ഫിഷ് മോളിയുടെ കഴുത്തിൽ താലി കെട്ടും. പുള്ളിയാണ് സത്യം. പള്ളിപ്പുറം പള്ളിയാണ് സത്യം. ഇതാര്? കരുണനോ? നോ, ഐ ആം കരുണദാസ്. നീ നിന്റെ പേരും മാറ്റിയോ? ചേട്ടനല്ലേ പറഞ്ഞ എന്റെ പഴയ തൊഴിൽ മാറ്റാൻ? മാറ്റി. ഒപ്പം ജാതിയും പുതിയ പേരും സ്വീകരിച്ചു. കരുണദാസ്. എങ്ങനെയുണ്ട്? ചേട്ടൻ പറഞ്ഞാൽ എന്റെ മോളിക്കുട്ടിക്ക് വേണ്ടി എന്റെ ഫാദറിനെയും മദറിനെയും വരെ ഞാൻ മാറ്റും. പുരിയില്ലേ? തേവയില്ലെന്ന് സൊല്ലും. Can you follow me? എടാ നീ ആളങ്ങ് മാറിപ്പോയല്ലോടെ കരുണ. എടാ മദ്രാശിയിൽ നിനക്ക് എവിടെയാ ജോലി? റെയിൽവേയിൽ. റെയിൽവേയില്ലോ? ആമാ, യാ. റെയിൽവേയിൽ ഫുഡ് ഇൻസ്പെക്ടർ. നിന്റെ ചെത്ത് നിർത്താൻ ഞാൻ പറഞ്ഞത് എത്ര നന്നായി. നിനക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല? ആമാ. നീ അകത്തേക്ക് കയറിയിരിക്കും. മോളിക്കുട്ടിയെ വിളിക്കൂ. എനിക്ക് തിടുക്കമാകുന്നു. ഞാൻ 2 month ലീവ് എടുത്താണ് വന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞാൽ അവളുമായിട്ട് എനിക്ക് മദ്രാസിലോട്ട് മടങ്ങണം. ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം നടത്താൻ ഞാൻ താലിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മടക്കം മോളിക്കുട്ടിയെ കൊണ്ട് മാത്രം. ഫാദറിലോ എന്തിനാണ് കരയുന്നത്? എന്താമോ ചോദിച്ചത്? നിയമപ്രകാരമുള്ള അച്ഛൻ എന്തിനാണ് കരയുന്നതെന്ന്. അവൾ നമ്മളെ ചതിച്ചു കരുണ. എന്നെ കാണാത്ത ദുഃഖത്തിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ? അതായിരുന്നു ഇതിലും ഭേദം. നിന്റെ ഒഴിവിലൂടെ ചേർത്താൻ വന്ന ഒരു രാമകൃഷ്ണനുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയി. ഇപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ? അവൾക്കിഷ്ടം മൂളി കയറുന്നവനെ ആയിരുന്നു. താഴെ നിൽക്കുന്നവനെ അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. മോളിക്കുട്ടി, എന്റെ മോളിക്കുട്ടി, ഫിഷ് മോളി.